ಮರಣದಲ್ಲಿ ಇದ್ದಂದ ನನ್ನ ಪ್ರೀತಿ ಮಾಡಿ ಪ್ರಾಣ ಕೊಟ್ಟು ಬದುಕಿಸಿದೆ ದೇವ. ಪಾಪದ ಮರಣದಲ್ಲಿ ಇದ್ದಂದ ನನ್ನ ಪ್ರೀತಿ ಮಾಡಿ ಪ್ರಾಣ ಕೊಟ್ಟು ಬದುಕಿಸಿದೆ ದೇವ. ನಿನ್ನ ಪ್ರೀತಿ ಶಾಶ್ವತ ಎಂದೆಂದು ದೇವ, ನಿನ್ನ ಕೃಪೆ ಶಾಶ್ವತ ಎಂದೆಂದು ದೇವ. ನಿನ್ನ ಪ್ರೀತಿಯಿಂದ ನಾನು ಜೀವಿಸುವೆ ದೇವ, ನಿನ್ನ ಪ್ರೀತಿಯಿಂದ ನಾನು ಜೀವಿಸುವೆ ದೇವ. ಏಸಯ್ಯ ಏಸಯ್ಯ, ನೀನಿಲ್ಲದೆ ನಾನಿಲ್ಲಯ್ಯ. ಏಸಯ್ಯ ಏಸಯ್ಯ, ನೀನಿಲ್ಲದೆ ನಾನಿಲ್ಲಯ್ಯ. ನಿನ್ನಂದ ದೇವರು ಯಾರು ಇಲ್ಲ, ನಿನ್ನ ಹಾಗೆ ಪ್ರೀತಿಸುವವರು ಒಬ್ಬರು ಇಲ್ಲ. ನಿನ್ನಂದ ದೇವರು ಯಾರು ಇಲ್ಲ, ನಿನ್ನ ಹಾಗೆ ಪ್ರೀತಿಸುವವರು ಒಬ್ಬರು ಇಲ್ಲ. ಏಸಯ್ಯ ಏಸಯ್ಯ, ನೀನಿಲ್ಲದೆ ನಾನಿಲ್ಲಯ್ಯ. ಏಸಯ್ಯ ಏಸಯ್ಯ, ನೀನಿಲ್ಲದೆ ನಾನಿಲ್ಲಯ್ಯ. ഈ സർജന്റ് എന്ന് പറയുന്ന ഒരു ഓഫീസുണ്ട്. സർജന്റ്, ഇംഗ്ലീഷ് ബൈബിൾ അങ്ങനെ കൊടുത്തേക്കുന്നത് സർജന്റ്. സർജന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആർമിയിലും എയർഫോഴ്സിലൊക്കെ അതിൻ്റെ കീഴിലുള്ള ഒരു വിങ്ങാണ് സർജന്റ്. അവർ വളരെ, നമ്മൾ പറയത്തില്ല, CID എന്നൊക്കെ പറയുന്നത് പോലുള്ള ഒരു വിഭാഗമാണ്. അവർക്കൊരുപാട് അധികാരങ്ങൾ അവർക്കുണ്ട്. അപ്പോൾ തന്നെ അവർക്ക് റിപ്പോർട്ടിംഗ് ആണ് അവരുടെ മെയിൻ. റിപ്പോർട്ടിങ്ങും അതിനെക്കുറിച്ചുള്ള ഇൻവെസ്റ്റിഗേഷൻ, അതാണ് ശരിക്കും അതിൻ്റെ പേര്. സർജന്റ് എന്നാണ് പറയുന്നത്. ദൈവത്തിന് സ്തോത്രം. അതിന് ഗ്രീക്കിൽ കൊടുത്തിരിക്കുന്നൊരു വാക്കുണ്ട്, അത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ദൈവത്തിന് സ്തോത്രം. അതിന് ഗ്രീക്കിൽ കൊടുത്തിരിക്കുന്ന വാക്ക്, സർജന്റ് എന്നുള്ളതിന് ഗ്രീക്കിൽ കൊടുത്തിരിക്കുന്ന വാക്ക് റാബുഖോസ് എന്ന ഒരു വാക്കാണ് അതിന് ഗ്രീക്കിൽ കൊടുത്തിരിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾക്കറിയാം, നിങ്ങളൊക്കെ പഠിച്ചിട്ടുള്ളവരാണ്. എന്തായാലും ഈ സർജന്റ് മജിസ്ട്രേറ്റിനെ കാണാൻ പോകുന്ന ഒരു കാഴ്ച, ഒരു വാക്ക് ബൈബിളിലേക്ക് കൊടുത്തിട്ടുണ്ട്. മജിസ്ട്രേറ്റിനെ കാണാൻ പോകും. മജിസ്ട്രേറ്റുമാർ, അന്നത്തെ കാലത്ത് ഒരുപാട് മജിസ്ട്രേറ്റുമാരുണ്ട്. ആമേൻ. അപ്പം സർജന്റുകൾ മജിസ്ട്രേറ്റിൻ്റെ അടുത്ത് ഒരു കംപ്ലൈൻറ്റ് കൊടുക്കാൻ വേണ്ടി പോവുക. ഒരു കംപ്ലൈൻറ്റ് എന്ന് പറഞ്ഞാൽ കംപ്ലൈൻ്റ് അല്ല, ഒരു ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ട് കൊടുക്കാൻ പോവുക. എവിടെ എഴുതിയേക്കുന്നതെന്നല്ലേ, പാസ് ഇങ്ങനെ ഈ വായിക്കൊള്ളാത്ത വാക്കൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എവിടെയാണെന്ന് കണ്ടുപിടിക്കുക. ഞാൻ തന്നെ പറഞ്ഞോളാം, നിങ്ങൾ ശ്രദ്ധിച്ചിരുന്നാൽ മതി. എഴുന്നേറ്റോ, എഴുന്നേക്കാനേ. രാവിലെ സമയം എന്തുണ്ട് വിശേഷം? സുഖമായിരിക്കുന്നോ? സന്തോഷമായിരിക്കുന്നല്ലോ. ദൈവം അനുഗ്രഹിക്കട്ടെ. ഞാൻ ഈ സർജൻ്റ് എന്നൊക്കെ പറഞ്ഞ് തുടങ്ങി. എന്താ ഭാഷ? സർജൻ്റോ സർപ്പൻ്റോ എന്താണെന്ന് വെച്ചാൽ പറ, ക്ലിയറായിട്ട് പറ എന്ന് നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരിക്കും. ദൈവം അനുഗ്രഹിക്കട്ടെ. ആമേൻ. അപ്പോസ്തലൻ പ്രവർത്തിക്കാത്ത, നമ്മൾ കുറച്ച് ദിവസമായിട്ടേ അപ്പോസ്തലൻ പ്രവർത്തിക്കാത്തതാണ്. അതുകൊണ്ട് കൂടുതൽ സമയം അതിനകത്തുനിന്ന് ഒരുപാട് സന്ദേശങ്ങൾ പരിശുദ്ധാത്മാവ് രാവിലെ നമുക്ക് നൽകി തരുന്നുണ്ട്. ഇന്ന് രാവിലെ നമ്മൾ സർജൻ്റ് ആയിട്ടുള്ള കുറച്ച് ആൾക്കാർ അവരുടെ മജിസ്ട്രേറ്റിനടുത്ത് അവർ ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ടുമായിട്ട് പോകുന്ന ഒരു ഭാഗമാണ് അപ്പോസ്തല പ്രവൃത്തി 16-ാം അധ്യായത്തിന് 36 മുതൽ 40 വാക്യങ്ങൾ. ഞാൻ വായിച്ചു കേൾപ്പിക്കാം കേട്ടോ. നേരം പുലർന്നപ്പോൾ അധിപതികൾ കോൽക്കാരെ അയച്ചു. ഉണ്ടോ? മജിസ്ട്രേറ്റ്, അധിപതികൾ എന്ന മലയാളം ബൈബിളിൽ, ഇംഗ്ലീഷിൽ മജിസ്ട്രേറ്റ്സ് ആണ്. കോൽക്കാരെ, അതാണ് ഈ സർജൻസ് കേട്ടോ, സർജൻസ്. ആമേൻ. അവരെ അയച്ചിട്ട് ആ മനുഷ്യരെ വിട്ടയക്കണം എന്ന് പറയിച്ചു. ആരാ പറയിക്കുന്നത്? മജിസ്ട്രേറ്റ്സ് ആണ് പറയുന്നത്, ഇവരെ വിടാൻ പറയുന്നത്. അങ്ങനെ കാരാഗൃഹ പ്രമാണി ഈ വാക്ക് പൗലോസിനെ അറിയിച്ചു. ഇപ്പം കാരാഗൃഹ പ്രമാണി തിരിച്ച് അവിടെ വന്നു.
അദ്ദേഹം കാര്യങ്ങളൊക്കെ ക്രമീകരിച്ചു. സ്തോത്രം. അവരോട് വിവരം പറയുകയാണ്, ഇന്നപോലെ അവർ മജിസ്ട്രേറ്റ് പറഞ്ഞേക്കാണ് നിങ്ങളെ വെറുതെ വിടാൻ. ഇനി അവിടെ നടന്ന സംഭവങ്ങളാണ് നമ്മളെ വളരെയധികം കൗതുകമുണർത്തുന്നതും നമ്മെ ഭയപ്പെടുത്തുന്നതും. ദൈവത്തിന് സ്തോത്രം. കാരണം ഇവര് റോമൻ പൗരന്മാർ അല്ലേ? റോമൻ പൗരന്മാരെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട്, നമുക്കറിയാം, നമ്മൾ ഒരുപാട് പ്രസംഗം കേട്ടിട്ടുള്ള. റോമൻ പൗരന്മാരെ പെട്ടെന്ന് അറസ്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ അവരെ അടിക്കാനോ അവരെ കാരാഗ്രഹത്തിലിടാനോ ഒന്നും അനുവാദമില്ല കേട്ടോ, റോമൻ പൗരന്മാർക്ക്. അല്ലാത്തവരെയൊക്കെ പിടിച്ചകത്തിടാം. പക്ഷെ ഇവരെ ഇടണമെങ്കിൽ അതിന് നല്ല റാങ്കിലുള്ള ഏതെങ്കിലും ഉദ്യോഗസ്ഥന്മാർ വന്ന് അവരുടെ കുറ്റം എന്താണെന്ന് മനസ്സിലാക്കി അവരെ അങ്ങോട്ട് കൊണ്ടുപോകണം, റോമിലേക്ക് കൊണ്ടുപോകണം. എന്നിട്ട് അവിടുത്തെ വിചാരണ കഴിഞ്ഞിട്ടാണ് ഇവരെ ശിക്ഷിക്കണോ വേണ്ടതെന്നുള്ളത് ഒരു വലിയ വിഷയം. എന്നാലും വലിയ ശിക്ഷയൊന്നും ഉണ്ടാവില്ല. അത്രയ്ക്കും സെക്യൂരിറ്റി ഉള്ളവരാണ് റോമൻ പൗരന്മാർ അല്ലേ. ഇനി ഈ ലോകത്തിലെ കാര്യം ഞാൻ പറയുന്നില്ല, കാരണം ഇപ്പോഴത്തുള്ള ഭരണ സംവിധാനത്തെക്കുറിച്ചൊന്നും നമുക്കിത് രാഷ്ട്രീയം പറയാനുള്ള സ്ഥലമല്ലല്ലോ. അതുകൊണ്ട് ഞാൻ ഈ ബൈബിളിലെ കാര്യം മാത്രം പറയാം. എന്തായാലും റോമൻ പൗരൻ എവിടെയെങ്കിലും പെട്ടുപോയാൽ, അവനൊരു കുറ്റവാളിയായി തീർന്നാൽ അവനെ വിസ്തരിക്കേണ്ടതിന് പ്രത്യേക സംവിധാനവും നിയമങ്ങളൊക്കെ ഉണ്ട്. അതിനനുസരിച്ച് ചെയ്യാൻ പറ്റില്ല. ആർക്കും പെട്ടെന്ന് അവൻ്റെ മേൽ കൈവെക്കാൻ പറ്റത്തില്ല. അപ്പം അങ്ങനെ ഒരു നിയമം ഉള്ളിടത്തോളം കാലം ഇവര് ഈ ഉദ്ദേശിമാരല്ലേ, അവരെ ഈ റോഡ് സൈഡിൽ നിന്ന് എന്തെങ്കിലും പ്രസംഗിച്ചപ്പോൾ ആൾക്കാർ കൂടി ബഹളം ഉണ്ടാക്കി അടി ഉണ്ടാക്കി ഒന്നും പറഞ്ഞാണ് ഇവരെ പിടിച്ചു കൊണ്ടുവന്നിട്ട് കലക്കം ഉണ്ടാക്കിയെന്നും പറഞ്ഞാണ് അകത്ത് കൊണ്ടിട്ടേക്കുന്നത്. നല്ലത് കൊടുക്കുകയും ചെയ്തു, നല്ല സമ്മാനം കിട്ടുകയും ചെയ്തു, ശരിക്കും നല്ല കുത്ത് കിട്ടി, നല്ല അടിയും കിട്ടി, ദേഹം മുഴുവൻ മുറിഞ്ഞിട്ടുമുണ്ട്. അതാ രസം. അടി കിട്ടി നല്ല, അപ്പം നല്ല ചാർത്ത് കിട്ടി കാണും. ഒരുപാട് പേര് തല്ലി കാണും, കിട്ടുന്നവരെല്ലാം കൈ വെച്ച് കാണും. സ്തോത്രം. ഞാൻ ഈ ചില വർഷങ്ങൾക്ക് മുമ്പാന്ന് തോന്നുന്നു, ഞാൻ ഒരു സംസ്ഥാനത്തൂടെ യാത്ര ചെയ്ത് പോവുക. സംസ്ഥാനം ഏതാണെന്ന് ഞാൻ പറയത്തില്ല കേട്ടോ. സംസ്ഥാനത്തൂടെ യാത്ര ചെയ്ത് പോകുന്ന സമയത്ത് അവിടെ ഏതോ ഒരു കുറ്റവാളിയായ ഒരു ആളാന്ന് തോന്നുന്നു, എന്തോ കുറ്റകൃത്യം ചെയ്തു, ചെറിയ കുറ്റം എന്താണ് ചെയ്തു, കടയിൽ നിന്ന് എന്തോട് മോഷ്ടിക്കുക എന്നു ചെയ്തു. അതിന് ഒരാളെ പിടിച്ചു വെച്ചേക്കുന്നു, പോലീസ് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. അപ്പം ഞാനും ഒച്ചപ്പാടിനാന്ന് അറിയാൻ വേണ്ടി അങ്ങോട്ട് ചെന്നപ്പോഴത്തേക്ക് ഇതാ സംഭവം, ഈ എന്തോ കളവ് മോഷ്ടിച്ചതാണ്. അപ്പം പോലീസ് വിളിച്ചു പറഞ്ഞു, അവനെ പിടിച്ചവിടെ നിർത്തി, ഞങ്ങൾ വരുവാന്ന് പറഞ്ഞു. അപ്പം പോലീസ് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. അപ്പം ഞാനും അവിടെ ഇറങ്ങി നിന്നു. ഞങ്ങൾ ഒരുപാട് ആൾക്കാരോട് നിൽപ്പുണ്ട്. എൻ്റെ പ്രിയപ്പെട്ടവരെ, 1-2 പേര് അവനെ തല്ലുന്നുണ്ട്, അടിക്കുന്നുണ്ട്, ഇടയ്ക്കിടയ്ക്ക് എന്തൊക്കെയോ പറഞ്ഞിട്ട്. ഭാഷ എനിക്ക് മനസ്സിലാകുന്നില്ല, അടിക്കുന്നുണ്ട്. ഇപ്പം എനിക്ക് ആ ഭാഷ അറിയാം കേട്ടോ, പണ്ട് ആ ഭാഷ എനിക്ക് അറിയത്തില്ലായിരുന്നു. അപ്പം ആ ഭാഷ ഞാൻ പഠിച്ചു. സ്തോത്രം. അപ്പോൾ ഇവരെ തല്ലുന്നതിനിടയ്ക്ക് ഞാനിങ്ങനെ നോക്കി നിൽക്കുമ്പോൾ 2 പേര് ബൈക്കിൽ വന്നു. അവരെങ്ങോട്ടോ പോവുക, അവർ ചെറിയ ടി വി എസ് ബൈക്കിൽ. അവർ വണ്ടി നിർത്തി, ആൾക്കൂട്ടം കണ്ടപ്പോൾ അവരെ ഇറങ്ങി വന്ന് അവർ ആ വണ്ടി അവിടെ സ്റ്റാൻഡ് വെച്ചിട്ട് അവരും ഇറങ്ങി വന്ന് ഇവൻ്റെ ഓരോന്ന് കൊടുത്തിട്ട്, എന്നാ വിവരം പോകുന്നു അവർ അന്വേഷിക്കുന്നില്ല, ഓരോന്ന് കൊടുത്തിട്ട് അവർ വണ്ടി എടുത്ത് അവർ പോയി. കണ്ടോ, എന്നാ കാര്യത്തിൽ ചുമ്മാ നിൽക്കുന്നവനെല്ലാം തല്ലുക. സ്തോത്രം. ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പാട്ടോ നടന്ന സംഭവം, എൻ്റെ കണ്ണുമുട്ടത്ത് നടന്ന. സ്തോത്രം. പിന്നെ ഞാൻ അവിടെ പോലീസ് വന്നു, അവനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് കൊണ്ടുപോയി. ദൈവത്തിന് സ്തോത്രം. ഞാൻ എന്തിനാ ഇത് പറഞ്ഞെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ റോമൻ പടയാളികളൊക്കെ കൈ കിട്ടിക്കഴിഞ്ഞാൽ അവർ നമ്മൾ ആപ്പീസ് കൂട്ടും, ആ രീതിയിലുള്ള ഇടപാടാണ്. എന്തായാലും ഇവർക്കിട്ട് കിട്ടിയ ആവശ്യത്തിന് ശരീരം മുഴുവൻ മുറിവേറ്റവരായി ആമേൻ ജയിലിൽ കിടക്കുക. ഉടനെ പൗലോസ് ഈ സർജന്റുമാർ വന്ന് ഇദ്ദേഹത്തോട് പറഞ്ഞു, മജിസ്ട്രേറ്റ് പറഞ്ഞു വിട്ടതാണ്, അവരെ വെറുതെ വിടാൻ പറഞ്ഞു. ഉടനെ ഈ സർജന്റുമാർ വന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് കാരാഗ്രഹ പ്രമാണി, ഈ ജയിലർ പറയാണ്, അല്ലെങ്കിൽ ഈ ജയിൽ സൂപ്രണ്ട് പറഞ്ഞു, നേരെ ചെന്ന് ഈ റിപ്പോർട്ട് തടവിൽ കിടക്കുന്ന പൗലോസിനോട് പറഞ്ഞു, നിങ്ങളെ വിടാൻ വേണ്ടി മജിസ്ട്രേറ്റ് പറഞ്ഞിട്ട് സർജന്റുമാർ വന്ന് പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് നിങ്ങളെ വെറുതെ വിടാൻ പറഞ്ഞേക്കാന്ന് പറഞ്ഞു. ഉടനെ പൗലോസ് പറഞ്ഞു, അങ്ങനെ ശരിയാവില്ലല്ലോ, അത് ശരിയാവില്ല. കാരണം റോമൻ പൗരന്മാരായ ഞങ്ങളെ വിചാരണ കൂടാതെ തടവിലാക്കിയത് ഭയങ്കര കുറ്റമാണ്. ആ നാട്ടിൽ ഭയങ്കര കുറ്റം എന്ന് പറഞ്ഞാൽ യവന്റെ പണിയും പോകും, യവന്റെ കാര്യത്തിൽ തീരുമാനമാകും. സ്തോത്രം. എന്തിനു പറയാൻ, ഇവര് റോമൻ പൗരന്മാരാന്ന് കേട്ടപ്പം ചെറിയ ഓഫീസർ മുതൽ വലിയ ഓഫീസർ വരെ അടിമുടി വിറച്ചുപോയി. കാരണം
ഈ റോമൻ പൗരന്മാരെ തൊട്ടാലുള്ള കളി എന്നാന്നുള്ളത്, നിയമം എന്താ എഴുതി വെച്ചേക്കുന്നുള്ളത് അവർക്ക് നല്ല നിയമജ്ഞാനമുള്ളവരാ. അവരാകെ ഭയവശരായി പേടിച്ചു പോയ. ഞാനത് വായിച്ചു കേൾപ്പി. നിങ്ങൾ കേട്ടോ, നിങ്ങൾ കേട്ടോ, നിങ്ങൾ കേട്ടോ. സ്തോത്രം. അതിന്റെ 36-ാമത്തെ വാക്യം, 38-ാമത്തെ വാക്യ. കോൽക്കാർ ആ വാക്ക് അധിപതികളോട് ബോധിപ്പിച്ചാറേ അവർ റോമാ പൗരന്മാരെന്ന് കേട്ട് അവർ ഭയപ്പെട്ടു. ആരാ ഇപ്പൊ പേടിച്ചത്? ആരാ പേടിച്ചേ? റോമൻ പൗരന്മാരാന്നറിഞ്ഞപ്പോൾ മജിസ്ട്രേറ്റ് വരണ്ടെന്ന്. സ്തോത്രം. ഞാനിത് ബൈബിളിലെ കാര്യമായി പറയുന്നത് കേട്ടോ. ഇംഗ്ലീഷ് ബൈബിളിൽ മജിസ്ട്രേറ്റ് എന്ന് തന്നെ എഴുതി വെച്ചേക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ആ വാക്ക് ഉപയോഗിക്കുന്നത്. മജിസ്ട്രേറ്റ് ഭയന്നിരിക്കുക, പേടിച്ചു പോയി. ഇനിയിപ്പോ അടുത്ത നടപടി എന്നായിരിക്കും? എന്റെ കാസ്താര തെറിക്കുവോ? സ്തോത്രം. എന്റെ തൊപ്പി തെറിക്കുവോ? എന്റെ ഇവിടെ ഇനി എനിക്ക് ഇരിക്കാൻ പറ്റുമോ ഇവിടെ? അടുത്ത എനിക്ക് തന്നെ നടപടിയാ വരാൻ പോകുന്നേ. ഒരു ഭാഗം പേടിച്ച്. ആമേൻ. ഈ അന്നത്തെ കാലത്തെ ഓഫീസർമാരുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് അവരുടെ ജോലി ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത വിചാരണ നേരിടാൻ അവർക്ക് പേടിയാണ്. അതുകൊണ്ടാണ് അവർ ഈ മരണം തിരഞ്ഞെടുക്കുന്നത്, ആത്മഹത്യ തിരഞ്ഞെടുക്കുന്നത്, അല്ലേ? ഈ മനുഷ്യനും അതുപോലെ തന്നെ. ഈ കനകപ്രമാണി സ്വതന്ത്രം സംഭവിച്ചത് തന്നെ. അദ്ദേഹം തുടർന്നുള്ള വിചാരണയെ ഭയന്നാണ് സ്വന്തം വാൾ ഉരിച്ചാകാൻ തീരുമാനിച്ചത്. അല്ലെങ്കിൽ അദ്ദേഹത്തിന് കോടതി പോയി അദ്ദേഹത്തിന്റെ കാര്യം പറഞ്ഞ് വേണേൽ രക്ഷപ്പെടാം എന്ന് നമുക്ക് ചിന്തിക്കാം. പക്ഷെ അന്ന് അവിടെ നടക്കിയല്ല. ഭയങ്കര കടുത്ത ശിക്ഷയാണ്. ആ ശിക്ഷ ഭയന്നിട്ട് മജിസ്ട്രേറ്റും ഞെട്ടി, സർജന്റും ഞെട്ടി, കാരാഗ്രഹപ്രമാണി ഞെട്ടി കാണും. കാരണം ഇവരും റോമാപൗരന്മാരാന്ന് ഇപ്പോഴാണ് അറിയുന്നത്. സ്തോത്രം. പിന്നെ നടന്ന സംഭവം നിങ്ങൾക്കറിയാം. കുറെ കഴിഞ്ഞപ്പോഴത്തേക്ക് സംഭവം അറിഞ്ഞപ്പോഴത്തേക്കും പിന്നെ വന്ന് കാലം കയ്യെ പിടിച്ച് പൗരോ സ്വദേശി, ശീലാ സ്വദേശി, പ്ലീസ്, നിങ്ങളെ അറിയാതെ പറ്റിപ്പോയതാണ്, നിങ്ങൾക്ക് വണ്ടിക്കൂലി തരാം, പിന്നെ നിങ്ങളെ നല്ല ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് പോയാൽ മതി, പിന്നെ ഒന്ന് പോകാം, നിങ്ങളൊന്ന് ഒഴിവായി തരുമോ പ്ലീസ്, നിങ്ങളൊന്ന് ഒഴിവായി തരുമോ, അറിയാതെ പറ്റിപ്പോയതാണ്. അങ്ങനെ പറഞ്ഞ് കാല് പിടിക്കുക. പക്ഷെ പൗലോസ് പറഞ്ഞു, അവർ തന്നെ വന്ന് ഇറക്കാൻ പറഞ്ഞു. അങ്ങനെ അവർ വന്നു, കാല് പിടിച്ച് അവരെ പറഞ്ഞു വിടുക. സാധാരണ കണ്ടോ? സർജന്റുകൾ റിപ്പോർട്ട് കൊടുത്തനുസരിച്ച് മജിസ്ട്രേറ്റുമാർ വന്ന് അവരുടെ കാല് പിടിച്ച് അവരെ പറഞ്ഞു വിടുക. എന്താ അല്ലേ? ഭയം എവിടം വരെ എത്തിയെന്നറിയാൻ വേണ്ടിയാണ് ഞാൻ ഇന്ന് രാവിലെ ഇത് പറഞ്ഞത്. ഭയമില്ലാത്തടത്ത് മഹാഭയം ഉണ്ടാക്കുന്ന നമ്മുടെ ദൈവം. സ്തോത്രം. ദൈവത്തിൻ്റെ ദാസന്മാരായ ശീലാസും പൗലോസും അവർ രണ്ട് പാടി ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന ദൈവദാസന്മാരാണ്. അവർക്കാണ് ഈ വിധി ഉണ്ടായത്. അവരെയാണ് അടിച്ചത്. അവരെ കുറിച്ചുള്ള ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ടാണ് അങ്ങെത്തിയത്. ഇത് ആരാണ് ഈ ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ട് കളക്ട് ചെയ്തെന്ന് വലിയ പിടിയില്ല. എന്തായാലും അവരുടെ പേരവിടെ കൊടുത്തിട്ടില്ല, സർജന്റ് എന്ന് മാത്രമേ ഉള്ളൂ. കോൽക്കാർ അല്ലേ, മലയാളത്തിൽ കോൽക്കാർ അവർ ഓഫീസർമാരാ. അവരാണ് ചെന്ന് ഈ റിപ്പോർട്ട് മജിസ്ട്രേറ്റിന് കൊടുത്തത്. അധിപതികൾ എന്നാ പറയുന്നത്, അധിപതികൾ അവർക്ക് കൊടുത്തു. അധിപതികൾ ഉടനെ വന്ന് പറഞ്ഞു, ഒഴിവായി നിങ്ങൾ പോകണമെന്ന് പറഞ്ഞു. വെറുതെ വിടാൻ തീരുമാനിച്ചു. പക്ഷേ നിയമം മറ്റൊരു ഭാഗത്ത് കിടക്കുക, അല്ലേ? ചില സമയത്ത് നിയമം നമുക്ക് അനുകൂലമാണെങ്കിലും ചില ആളുകൾ നമുക്ക് പ്രതികൂലമായി സംസാരിക്കാറുണ്ട്. ഭാരപ്പെടുകയൊന്നും വേണ്ട. ദൈവത്തിന് പ്രാർത്ഥിച്ചാൽ മതി. നമുക്കല്ലാതെ ഈങ്കുലാവ് ചിന്ത വിളിക്കാൻ നമുക്ക് അനുവാദമില്ല കേട്ടോ. നമ്മളെ കൊണ്ട് രാജ്യത്തെ എന്ത് ദോഷമുള്ളേ? നമ്മളെ കൊണ്ട് നമ്മുടെ രാജ്യത്ത് തന്നെ എന്ത് ദോഷമുണ്ടോ? നമ്മളൊരു ബോംബ് പൊട്ടിക്കാറില്ല, നമ്മളൊരു പിക്കറ്റ് നടത്താറില്ല, നമ്മൾ ബസ്സിൻ്റെ ചില്ലെറിഞ്ഞ് പൊട്ടിക്കാറില്ല, പോസ്റ്റ് ഓഫീസ് പിക്കറ്റ് ചെയ്യാറില്ല, അല്ലേ? എന്തേലും ചെയ്യാറുണ്ടോ? നമ്മളിതൊന്നും ചെയ്യല. ആര് ഭരിച്ചാലും ഭരിക്കുന്നവൻ നമ്മുടെ ആളാന്ന് പറഞ്ഞ് നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുള്ളൂ. സ്തോത്രം. നമ്മൾ വോട്ടിടാൻ ചെല്ലുമ്പോൾ മാത്രം എന്നെ സംബന്ധിച്ച് ഞാൻ പറയാം. നിങ്ങൾ കേട്ടോ, ശ്രദ്ധിച്ച് കേട്ടോ. എന്നെ സംബന്ധിച്ച് പറയാം. രാഷ്ട്രീയമായിട്ട് രണ്ട് വാക്ക് പറയാം.
എൻ്റെ രാഷ്ട്രീയ നിലപാട് ആ ബൂത്തിനകത്തോട്ട് ചെല്ലുമ്പം മാത്രമേ. ആ ബൂത്തിൽ നിന്ന് പുറത്തിറങ്ങിയാൽ എനിക്ക് രാഷ്ട്രീയമില്ല. ആ ബൂത്തിനകത്തോട്ട് കയറുന്ന ആ എൻഡിങ് പോയിന്റ് വരെ എനിക്ക് രാഷ്ട്രീയമില്ല. ആ അകത്തോട്ട് കയറി കഴിഞ്ഞാൽ ഞാൻ ആർക്കെങ്കിലും ഒരാൾക്ക് വോട്ട് ചെയ്തല്ലേ പറ്റൂ, എല്ലാവർക്കും കൂടെ ചെയ്തിട്ട് വരാൻ പറ്റിയല്ലോ. അപ്പം ആർക്കെങ്കിലും ഒരാൾ വോട്ട് ചെയ്യുന്നു, അവിടെ നിന്ന് അങ്ങ് ഇറങ്ങിക്കഴിയുമ്പം ആ സംഭവമേ മറക്കുന്നു. പിന്നെ അവരുമായിട്ട് ഒരു ഇടപാട് നമുക്കില്ല. കാരണം നമ്മൾ വോട്ട് ചെയ്തവൻ നമ്മളെ അന്വേഷിച്ച് വരാറുമില്ല. നമ്മൾ ആർക്ക് വോട്ട് ചെയ്താലും, പക്ഷേ സമ്മതിദാന അവകാശം നമ്മൾ നിശ്ചയമായിട്ടും ചെയ്യണം. നമ്മൾ വോട്ട് ചെയ്യണം, ആർക്കേലും വോട്ട് ചെയ്യണം. സ്തോത്രം. അത് നമ്മുടെ സമ്മതിദാന അവകാശമാണ്. നമ്മുടെ രാജ്യത്ത് നമുക്കത് അനുവദിച്ചിട്ടുള്ള. സ്തോത്രം. പക്ഷേ ദൈവമക്കളായ നമുക്ക് രാഷ്ട്രീയമില്ലാതെ ഞാനീ പറഞ്ഞു. രാഷ്ട്രീയമില്ല. എല്ലാവരും നമ്മൾ സ്നേഹിക്കുന്നു. നമുക്ക് മറ്റൊരു തന്നെ പള്ളു പറഞ്ഞ് പറയാൻ പറ്റത്തില്ല. പറ്റുമോ? അതുകൊണ്ടാണ് നമുക്ക് രാഷ്ട്രീയത്തിൽ നിന്ന് നമ്മൾ ഇറങ്ങാത്തത്. രാഷ്ട്രീയത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവനെക്കുറിച്ച് മോശമായിട്ട് പറയണം, ഇവനെക്കുറിച്ച് മോശമായിട്ട് പറയണം. ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിക്കാരൻ പറയുമോ, എതിർ കക്ഷിയെ നോക്കി പറയുമോ, നിങ്ങൾ അവരെ ജയിപ്പിക്കണം കേട്ടോ, അവരെ ജയിപ്പിക്കണം എന്ന് പറയുമോ? പറയത്തില്ല. ആരും പറയത്തില്ല. നിങ്ങൾ അവരെ ജയിപ്പിക്കരുത്, അവൻ കള്ളനാണ്, അവൻ പോക്രിയാണ് എന്നൊക്കെ പറഞ്ഞ കാര്യങ്ങൾ പറയുള്ളൂ. നമുക്കത് പറ്റിയിരുന്നേ. നമുക്കെല്ലാവരും സ്നേഹിക്കുകയും എല്ലാവരോടും സഹവർത്തിത്വമുള്ളവരാണ് നമ്മൾ. അതുകൊണ്ട് നമ്മൾ രാഷ്ട്രീയമില്ലാത്തത്. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ഞാൻ നിങ്ങളൊരു കാര്യം പറയാം. ദൈവത്തിന് സ്തോത്രം. ആരെല്ലാം നിങ്ങൾക്കെതിരെ ശബ്ദമുയർത്തിയാലും മേലെ ഒരു ദൈവമുണ്ട്. ആ ദൈവം നിങ്ങളോട് കൂടെയുണ്ട്. അതുകൊണ്ട് സാഹചര്യങ്ങളെ ദൈവം നിങ്ങൾക്ക് അനുകൂലമാക്കി നൽകും. സ്തോത്രം. എന്തെല്ലാം നിയമങ്ങൾ നിങ്ങൾക്ക് വിരോധമായി എഴുന്നേറ്റാലും സാഹചര്യങ്ങൾ ദൈവം നിങ്ങൾക്ക് അനുകൂലമാക്കി നൽകും. ഇന്ന് രാവിലെ ഞാൻ നിങ്ങളോട് പ്രാർത്ഥിക്കാൻ പോവാം. ആമേൻ. സ്തോത്രം. ഒരുപാട് കേസിലായിരിക്കുന്ന ആളുകളുണ്ട്. അവർക്ക് വേണ്ടി ഇന്ന് രാവിലെ ഞാൻ പ്രാർത്ഥിക്കാൻ പോവാം. ഒരുപാട് കേസുകൾ. ഒരുപക്ഷെ അതിനനുസരിച്ചുള്ള മെറിറ്റുകൾ ഉണ്ടാകാം. കേസിനനുസരിച്ചുള്ള മെറിറ്റുകൾ ഉണ്ടാകാം. അവർക്ക് ചിലപ്പോൾ കേസ് തള്ളിപ്പോയി കാണും. ചില കേസുകൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ടാകാം. നമ്മൾ അതിനുവേണ്ടി പ്രാർത്ഥിക്കാൻ പോവുക. ആമേൻ. അവിടെ ഇരിക്കുന്ന ഉദ്യോഗസ്ഥന്മാർക്ക് ദൈവത്തിൻ്റെ കൃപ ലഭിക്കേണ്ടതിന് എന്ന് മാത്രമല്ല, നിരപരാധികളാണെങ്കിൽ അവർ വിട്ടയക്കപ്പെടട്ടെ. കുറ്റവാളികളാണെങ്കിൽ അവർക്ക് ശിക്ഷ ലഭിക്കട്ടെ. അതല്ലാതെ കുറ്റവാളികളെയും വെറുതെ വിടാൻ നമ്മൾ പറയത്തില്ല. ഈ രാജ്യത്തിൻ്റെ നിയമമുണ്ട്. ആ നിയമത്തിനനുസരിച്ച് കാര്യങ്ങൾ മുമ്പോട്ട് പോകട്ടെ. നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുക. പക്ഷേ നിരപരാധികളായ ഒരുപാട് പേര് കള്ളക്കേസിലൊക്കെ കൊടുക്കപ്പെട്ടവരായിട്ടുള്ളവരൊക്കെ ഉണ്ട്. അവർക്ക് വേണ്ടി നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കണം. ദൈവമാണ് അവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത്. മനുഷ്യൻ അവർക്ക് വേണ്ടി ഒന്നും ചെയ്യാൻ കഴിയില്ല. ഞാൻ ഇനി നിയമ സംവിധാനം ഉപയോഗിക്കുന്ന ആളുകളോട് ഈ സന്ദേശം കേൾക്കുന്നുണ്ട്. നിങ്ങളോട് ഞാൻ കാര്യം പറയാം. നീതിമാന്റെ രക്തത്തിൽ പങ്കുചേരരുത്. നീതിമാന്റെ രക്തത്തിൽ പങ്കുചേരരുത്. അവൻ്റെ രക്തം നിന്നോടും നിന്റെ കുടുംബത്തോടും ദൈവം ചോദിക്കും എന്ന തിരുവചനം എഴുതി വച്ചിരിക്കുക. അതുകൊണ്ട് നീതിമാന്റെ കാര്യത്തിൽ ഇടപെടരുത്. സ്തോത്രം. അവന് ന്യായം പാലിച്ചു കൊടുക്കണം, അവന് നീതി നടത്തി കൊടുക്കണം. ഇല്ലെങ്കിൽ ഭയങ്കര അപകട. സ്തോത്രം. എല്ലാത്തിൻ്റെയും ന്യായപാലകനായ ഒരുവൻ മുകളിലുണ്ട്. അവൻ്റെ കരം ഭാരമായി വീഴാതിരിക്കേണ്ടതിന്. ആമേൻ. സ്തോത്രം. സത്യവും നീതിയും നേർമയും ഉണ്ടാകട്ടെ. പ്രാർത്ഥിക്കാം.